റഷ്യയുമായുള്ള സംഘർഷം ഇനിയും തുടരുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമോ എന്ന ഭയമാണിപ്പോൾ യുക്രൈൻ സൈന്യത്തിനുള്ളത്. പ്രതിസന്ധിയിൽ നിന്നും എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറാനാണ് യുക്രൈൻ സൈന്യം പ്രധാനമായും ശ്രമിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ഫ്രഞ്ച് പരിശീലനം ലഭിച്ച യുക്രൈൻ ബ്രിഗേഡിയിൽ നിന്ന് കൂട്ടക്കൊലപാതകങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഈയടുത്ത് പുറത്തു വരികയും ചെയ്തിരുന്നു. എന്നാൽ പുതുതായി സൈന്യത്തിൽ ചേരുന്നവർക്ക് ജീവൻ നഷ്ടമാകുമെന്ന വലിയ ഭയവുമുണ്ട്. കൂടാതെ ഇതിനെ സാധൂകരിക്കുന്ന ശബ്ദ സന്ദേശങ്ങളും വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു. നിങ്ങൾ സൈന്യത്തിൽ പോകുകയാണെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾ മരിക്കുമെന്ന സന്ദേശം യുക്രൈനിൽ വ്യാപകമായി പ്രചരിക്കുന്നത് കൊണ്ട് പലരും സേനയിൽ ചേരാൻ മടിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. യുക്രൈനിലെ സ്റ്റേറ്റ് ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഈ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, കൂടുതൽ പേർ സൈന്യത്തിലേക്ക് വരുന്നതായി ചെയ്യേണ്ട നടപടികളെക്കുറിച്ച് യുക്രൈൻ പാർലമെന്റ് കാര്യമായി ചർച്ചയും ചെയ്യുന്നുണ്ട്. നിലവിൽ മൊബിലൈസേഷനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 18നും 25നും ഇടയിൽ പ്രായമുള്ളവരെ സ്വമേധയാ ചേരുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ യുക്രൈൻ ഭരണകൂടം പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. യുക്രൈൻ്റെ സഖ്യകക്ഷികൾ സ്വന്തം സൈന്യത്തെ യുക്രൈൻ സൈന്യത്തിന്റെ ഭാഗമാക്കിയാൽ റിക്രൂട്ട്മെന്റ് പ്രതിസന്ധി പരിഹരിക്കാനാകുമെന്ന് യുക്രൈൻ ഭരണപ്രതിനിധി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ റഷ്യയുമായുള്ള അന്തിമ വെടിനിർത്തൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ യുക്രൈനിലേക്ക് സമാധാന സേനയെ വിന്യസിപ്പിക്കുന്നതിനുള്ള സാധ്യതയെക്കുറിച്ചും യൂറോപ്യൻ നേതാക്കൾ ചർച്ച ചെയ്യുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ദാവോസിൽ നടന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൽ സെലൻസ്കി സമാധാന കരാർ സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാൻ കുറഞ്ഞത് 20,000 സഖ്യകക്ഷികളെങ്കിലും ആവശ്യമായി വരുമെന്ന് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ നാറ്റോ രാജ്യങ്ങളിൽ നിന്നുള്ള സൈന്യത്തിന്റെ യുക്രൈൻ വിന്യസിപ്പിച്ചാൽ റഷ്യയിൽ നിന്ന് ശക്തമായി തിരിച്ചടി ഉണ്ടാകുമെന്നും അതുപോലെ നാറ്റോ രാജ്യങ്ങൾക്ക് വലിയ ഭയമുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇത്തരം ഒരു അപകടകരമായ നടപടിക്കെതിരെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. നാറ്റോ രാജ്യങ്ങൾ തങ്ങളുടെ സൈനികരെ യുക്രൈനിൽ വിന്യസിപ്പിക്കുകയാണെങ്കിൽ ആഗോള ദുരന്തത്തിന് ഇടയാക്കുമെന്നായിരുന്നു പുടിൻ നൽകുന്ന മുന്നറിയിപ്പ്. പാശ്ചാത്യ സൈനികർക്ക് യുദ്ധക്കളത്തിൽ സ്ഥിതിഗതികൾ മാറ്റാൻ കഴിയുമെന്ന ആശയവും പുടിൻ തള്ളിക്കളയുകയുണ്ടായി.